MG സർവകലാശാലയിലും കാർഷിക സർവകലാശാലയിലും സംഘപരിവാർ അജണ്ട കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള രണ്ടുപേരെയാണ് ഗവർണർ താൽക്കാലിക VC-മാരായി നിയമിച്ചത്. MG സർവകലാശാലയിൽ 19 പേരെ RSS നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവരെയാണ് സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഇന്നേ വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ റോജി എം ജോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ PM ശ്രീയിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാനാവില്ല എന്നും മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി M ഷംസുദ്ദീനും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അറബിക്കടലിൽ ഒഴുക്കുമെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നും എല്ലാം പറഞ്ഞ പഴയ പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിലുള്ളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് കീഴടങ്ങുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. നിരവധി മേഖലയിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സംബന്ധിച്ച് അത് KPCC പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം മുതൽ ദേവസ്വം കൈകാര്യം ചെയ്യാൻ നിശ്ചയിച്ച പ്രമുഖരായ ഗവൺമെന്റ് പ്രിയർ വരെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു ഒരു മാസത്തിനിടയിൽ. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ആ തീരുമാനം മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്നും ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ആൾ സംഘപരിവാർ അനുകൂലിയാണെന്നും ഞങ്ങളാരും ഉന്നയിച്ച ഒരു കാര്യമല്ല, KPCC ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി രംഗത്ത് വന്നു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന കാലത്ത് നിയമസഭാ ലോകസഭാ മണ്ഡലങ്ങളുടെ നിർണായകമായ പുനർവിഭജനം നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഘപരിവാർ അനുകൂലിയെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാനത്ത് തീരുമാനിക്കപ്പെട്ടത് എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തന്നെ, കേരളത്തിലെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. ധവളപത്രത്തിലും ബഡ്ജറ്റിലും പ്രതിഫലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. സ്വകാര്യവൽക്കരണവും നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആകാശം, നമ്മുടെ ഭൂമി, നമ്മുടെ ജലം എല്ലാം കുത്തകകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വത്തും വിൽക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ അജണ്ട VD സതീശൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ പഠന ശിബിരം KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നടത്തുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം എപ്പോഴാണ് KPCC ആസ്ഥാനം RSSന് വിട്ടു നൽകുന്നത് എന്ന കാര്യം മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ. RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെഞ്ചുറപ്പോടെ ചെറുത്തു നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മുന്നോട്ടേക്ക് പോയിരുന്നത്. എന്നാൽ ഒരു മാസം കൊണ്ട് UDF സർക്കാർ RSSന് മുന്നിൽ മുട്ടിലെറിയുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.